ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ മാഡം, മാഡത്തിന്റെ വാക്കുകൾ മമ്മി എത്രമാത്രം വിഷമിപ്പിച്ചെന്ന് അറിയൂ. ആവേശത്തിന് പലതും പറയാൻ എളുപ്പോ, പക്ഷെ ജീവന്റെ ജീവനായി മോളെ സ്നേഹിക്കുന്ന മമ്മിയുടെ മനസ്സിന് അതുണ്ടാക്കുന്ന മുറിവ് മാഡത്തിനെങ്കിലും മനസ്സിലാവണ്ടേ? റിയലി സോറി മമ്മി. പോട്ടെ മോളെ, സാരില്ല. മമ്മി പറഞ്ഞതൊക്കെ സത്യ. മമ്മിയുടെ ജീവിതം എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഫ്രണ്ട്സിനോടും പരിചയക്കാരോടും എല്ലാരോടും ഞാനത് പറയാറുമുണ്ട്. മമ്മിയെക്കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ മനസ്സില് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. മതി മോളെ, അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ആ, നവീനും കൃഷ്ണയും വരും. അവരിവിടെ എത്തിക്കഴിഞ്ഞ ആ നിമിഷം ഞാൻ കൃഷ്ണനെ പറഞ്ഞുവിടും. പിന്നെ നവീനോടൊപ്പം ജീവിക്കുന്നത് നീയായിരിക്കും ഇന്നു മുതൽ. താങ്ക്സ് മമ്മി. നവീന്റെ കാര്യത്തിലല്ലായിരുന്നെങ്കിൽ മമ്മി പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചാണ്. ബട്ട് നവീന്റെ കാര്യത്തില് എനിക്ക് പറ്റില്ല. ഞാൻ സിൻസിയറായിട്ട് ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ നവീന. നവീനൊപ്പം ജീവിക്കാനുള്ള നിമിഷങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് താങ്ങാനാവാത്ത കാര്യ. അതുകൊണ്ട് മാത്രമാണ്. പ്ലീസ് മമ്മി. ഓക്കെ, നിനക്ക് വേണ്ടി എന്തും നേടിത്തന്നവളാ ഈ ഞാൻ. പിന്നെ ഇതെന്തിനാ മാറ്റിവെക്കുന്നത്? എന്റെ മോളുടെ ആഗ്രഹമല്ലേ, അത് നടക്കട്ടെ. മമ്മി, ആ സിനി ചേച്ചി, മുറിയൊന്ന് അലങ്കരിക്കണം. എനിക്ക് പുതിയ ഡ്രസ്സുകൾ കുറെ വാങ്ങണം. ഞാൻ ഇന്നു മുതല് എന്റെ മമ്മിയുടെ അനുവാദത്തോടെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. അതൊക്കെ ഞാൻ വേണ്ടവിധം ചെയ്തോളാം മാഡം. താങ്ക് യു മമ്മി. ഞാൻ മേള് മുറിയിൽ കാണും. കണ്ടോ സിനി അവളുടെ സന്തോഷം? ഇതിനു പകരം അവൾക്ക് എന്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുക? മാം, സന്തോഷത്തിന്റെ കാര്യമൊക്കെ സത്യം. പക്ഷേ ഇന്നലെ നവീന്റെ വധുവിനെ തേടി വന്ന ആ നാഗം. സിനി, പേടിപ്പിക്കുന്ന ഓരോ ഓർമ്മയും പരസ്പരം പങ്കുവെക്കണ്ട. ഒന്നും ഉണ്ടാവില്ലെന്നേ. എന്റെ മകൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവം അതും കേൾക്കുന്നുണ്ടല്ലോ.